ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഹാജിമാർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള കുത്തിവയ്പ് ഇന്ന് രാവിലെ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തി. 2 മേഖലകൾ തിരിച്ചാണ് കുത്തിവയ്പ് നടത്തുന്നത്. ഇന്നും നാളെയും സർക്കാർ ഹാജിമാർക്കും 7-ാം തീയതി സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിനും കുത്തിവയ്പ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മെയ് 26-ന് ആദ്യ ഹജ്ജ് വിമാനം യാത്രയാകും. കൂടുതൽ വിശദീകരണവുമായി ജില്ലാ ട്രെയിനിംഗ് ഓഫീസർ കുഞ്ഞു മുഹമ്മദ് ചേരുന്നു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ എറണാകുളം ജില്ലയിൽ നിന്ന് പോകുന്ന ആലുവ, കളമശ്ശേരി, പറവൂര്, തൃപ്പൂണിത്തുറ, കാക്കനാട്, കൊച്ചി, എറണാകുളം മണ്ഡലങ്ങളിലെ ഹജ്ജിമാർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്, മെനിഞ്ചൈറ്റിസ് തുള്ളിമരുന്ന് വിതരണം ഇന്ന് ആലുവ താലൂക്ക് ആശുപത്രിയിൽ ഹജ്ജ് നോഡൽ ഓഫീസർ ഡോക്ടർ ഹനീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചു. ഹാജിമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉള്ള സൗകര്യത്തിൽ നല്ലതുപോലെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ചൂട് സമയത്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരാൻ മെഡിക്കൽ സ്റ്റാഫും ഡോക്ടർമാരും നമ്മുടെ ട്രെയിനർമാരും സജ്ജരാണ് എന്ന് എല്ലാവരും അറിയാം. ഏകദേശം എത്ര ഹാജിമാർ? 800 ഹാജിമാർ. ഇന്ന് 800 ഹാജിമാർക്ക് ഇന്നിവിടെ 3 ദിവസങ്ങളിലായിട്ടല്ലേ നടക്കുന്നത്? 2 ദിവസങ്ങളിലായിട്ട്. ഇന്ന് ആലുവ, കളമശ്ശേരി, കൊച്ചി, എറണാകുളം, പറവൂര്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലെ ഹാജിമാർക്ക് ഇന്നും, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ, അങ്കമാലി മണ്ഡലങ്ങളിലെ ഹാജിമാർക്ക് ബുധനാഴ്ചയുമായിട്ട് ഇവിടെ സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് മുഴുവൻ ഹാജിമാരുടെയും വാക്സിനേഷനും തുള്ളിമരുന്ന് വിതരണവും എല്ലാം സമാപിക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെറ്റ് ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.